Good morning, everyone. Welcome to session 23 of Skill Sprint 2025, a platform dedicated to learning, growth, and empowerment. Our mission is to equip individuals with the essential skills needed to thrive in both professional and personal life. And today's session is a true reflection of that vision. Our speaker for the day is a dynamic individual whose journey in JCI began in 2020 through the vibrant local organization of JCI Tripunithara. His commitment and leadership have seen rise through the ranks, serving as local president in 2022, zone vice president in 2023, and zone secretary in 2024. This year, he proudly holds the position of zone director training of Zone 20. Professionally, he is a highly accomplished business consultant with over 14 years of industry experience. Passionate about organizational growth, he has helped more than 150 businesses implement robust systems and processes to achieve operational excellence. An MBA graduate from SCMS Cochin, he brings a perfect blend of academic insight and real world expertise. Beyond his professional and organizational roles, he is a devoted family man, married to Ashwini and father to two lovely daughters, Janvi Lakshmi and Bhavani Lakshmi. Please join me in welcoming our speaker for today, J.C. Vinu Narayanan. The session is all yours, sir. Thank you, Krishna and JC Tripurayar. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വലിയൊരു അപ്രീസിയേഷൻ JCI Tripurayar ആൻഡ് ടീമിന് തരാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്കിൽ സ്പ്രിന്റ് എന്ന് പറയുന്ന ഒരു സീരീസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇന്ന് 23ാമത്തെ സെഷനാണ്. എല്ലാ ഞായറാഴ്ചയും വേരിയസ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നമ്മൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ അത് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടും അല്ലെങ്കിൽ അതിൻ്റെ പുറകെ കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഉള്ള സീരിയസ് ആയിട്ട് ഒരു ട്രെയിനിങ് സെഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്ന JCI Tripurayar ടീം, എസ്പെഷ്യലി പ്രസിഡന്റ് കൃഷ്ണ ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തുകൂടിയായിട്ടുള്ള സിതേഷ് സാർ ആൻഡ് നമ്മുടെ അഞ്ജലി ഉണ്ട് ആൻഡ് എൻറ്റയർ JCI Tripurayar ലീഡർഷിപ്പ് ടീമിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺഗ്രാജുലേഷൻ ആൻഡ് അപ്രീസിയേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് കം ടു ദ ടോപ്പിക്. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി മാസ്റ്ററിങ് ബിസിനസ് സിസ്റ്റം, ദ കീ ടു പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതാണ്. ഞാൻ ഈ സെഷൻ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കൂടുതലായിട്ട് ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഓണേഴ്സ്, അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് വരണം അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അവർക്ക് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയി ബിസിനസ്സിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കാം ചിലപ്പോൾ ഈ കൂടുതൽ ഈ സെഷൻ യൂസ്ഫുൾ ആവുക. ഇല്ലാത്തവർക്കും ഈ പറഞ്ഞ പോലെ അത് മനസ്സിലാക്കാം. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെല്ലാ ഒരു ബിസിനസ് ഓണേഴ്സിന്റെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, റൈറ്റില് രണ്ട് പിക്ചേഴ്സ് നമുക്ക് കാണാം, ലെഫ്റ്റില് റൈറ്റിലും. ലെഫ്റ്റിൽ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ഒരു ഓഫീസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുറേ എംപ്ലോയീസ് ഒക്കെ നിൽക്കുന്നു. ആ തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇപ്പം ഇതിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആസ് എ ബിസിനസ് ഓണർ, അല്ലെങ്കിൽ ബിസിനസ്സിനെ നമുക്ക് എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ആൻസർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ പോലെ ആകണം എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കുറച്ച് സ്വസ്ഥതയും സമാധാനവും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം അതില്ലാതെ നമുക്ക് ബിസിനസ് ചെയ്തുകൊണ്ട് എപ്പോഴും സ്ട്രെസ്സായി ബിസിനസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഈ ഫസ്റ്റ് കാണുന്ന ഒരു പിക്ചറിലേക്ക് ഒരു കാം ആൻഡ് കമ്പോസ്റ്റ് ഒരു ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നമുക്ക് വരാം. അതിനെങ്ങനെയാണ് നമ്മൾ ബിസിനസ് സിസ്റ്റം എങ്ങനെ ഹെൽപ്പ് ചെയ്യും, എന്തൊക്കെ സിസ്റ്റംസ് ആണ് നമ്മൾ ബിസിനസ്സിൽ ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എത്രത്തോളം ഡിപ്പെൻഡഡ് ആണെന്ന് ചോദിക്കും. ഇൻ ദ സെൻസ്, നമ്മൾ ഇല്ലാതെ ആ ബിസിനസ് ഓപ്പറേഷൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എത്ര ദിവസം വരെ പോകും എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്.
അപ്പൊ ഒരു സ്കെയിൽ പറയുകയാണ്, ചില ആൾക്കാർ പറയും 100% ഞാനില്ലെങ്കിലും ബിസിനസ് റൺ ചെയ്യും എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും ഒരു 50% ഒക്കെ കാര്യങ്ങൾ ഞാനില്ലെങ്കിലും റൺ ചെയ്യും. ചില ആൾക്കാർ പറയും 0%, അതൊരു കാര്യം പോലും ഞാനില്ലെങ്കിൽ, അപ്പൊ ഞാൻ ഇന്ന് ചെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പ്രസൻസ് ഇന്ന് നമ്മുടെ ഓഫീസിൽ ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുന്ന മറുപടികളാണ് പലപ്പോഴും കിട്ടാറുള്ളത്. അപ്പൊ ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്കെയിലിൽ ഒന്ന് ആലോചിക്കുക. ഈ 0 അല്ലെങ്കിൽ അതിന്റെ 0 to 100 സ്കെയിലിൽ നിങ്ങൾ ഡിപ്പെൻഡൻസിനെ ഒന്ന് അളക്കുക. ആ ചോദ്യത്തെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവാനായിട്ട് നമുക്കൊരു ഒരു ഒരു കാര്യം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും 3 തരത്തിലുള്ള റോൾസ് അവിടുത്തെ ടീമിന് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏതൊരു ഓർഗനൈസേഷൻ, അത് ചെറിയ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു മീഡിയം സ്കെയിൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ലാർജ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, 3 റോളുകൾ ആ ഓർഗനൈസേഷനിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവിന്റെ റോള് അവിടെ ആരോ ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഒരു മാനേജറുടെ റോള് ആരൊക്കെയോ ചെയ്യുന്നുണ്ട്. മൂന്നാമത് ഒരു ലീഡർ ചെയ്യേണ്ട ജോലികൾ അല്ലെങ്കിൽ റോളുകൾ അവിടെ കൃത്യമായിട്ട് ആരോ ചെയ്യുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു സിറ്റുവേഷൻ, എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എക്സിക്യൂട്ടീവിന്റെ ജോലി എന്ന് പറയുന്നത്, അവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഡേ ടു ഡേ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അവരായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ, കോളുകൾ വിളിക്കുക, കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് നടത്തുക. ഇങ്ങനെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആണ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ടാവുക. മാനേജർ എന്ന് പറയുന്നത് അവർ ഡേ ടു ഡേ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടാവില്ല. അവർ ഫോക്കസ് ചെയ്യുന്നത് സൂപ്പർവിഷനാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സൂപ്പർവിഷനാണ് അവർ പലപ്പോഴും ചെയ്യുന്നുണ്ടാവുക. അതേസമയം ലീഡർമാർ ചെയ്യുന്നത് മാറ്റങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ആക്കുക, എവിടെ പുതിയ ബ്രാഞ്ച് ഇടാം, പുതിയ പ്രൊഡക്റ്റ് സർവീസ് എവിടെ ലോഞ്ച് ചെയ്യാം, എങ്ങനെ ലോഞ്ച് ചെയ്യാം, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലീഡർമാർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മളൊന്ന് നോക്കുന്ന സമയത്ത്, എക്സിക്യൂട്ടീവ് മീൻസ് ദേ ആർ ദ ഡൂവേഴ്സ്, ചെയ്യുന്ന ആൾക്കാരാണ്. അവരാണ് ഈ പ്രോസസ്സും അല്ലെങ്കിൽ ടാസ്കുകളെല്ലാം ഫോളോ ചെയ്യുന്നതും എക്സിക്യൂഷൻ ചെയ്യുന്നതും. ഡെയിലി ഓപ്പറേഷൻ അവരില്ലാതെ ആ ഓർഗനൈസേഷനിൽ നടക്കില്ല. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഓർഗനൈസേഷൻ സ്റ്റക്ക് ആവും. അവരുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലീവ് ആണെങ്കിൽ ആ ദിവസത്തെ കാര്യങ്ങൾ, ഇപ്പൊ കോൾ വിളിക്കാനായിട്ട് ആളില്ല എങ്കിൽ ആ ഡെഫിനറ്റ്ലി ആ പറയുന്ന ആക്ടിവിറ്റി അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക. ഇവരാണ് SOPs ഒക്കെ ഫോളോ ചെയ്യുന്നത്, ഇവരാണ് ചെക്ക് ലിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നത്, ഇവരാണ് എഫിഷ്യൻസിയിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. അവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിലെല്ലാം കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടാവുക. ഇനി മാനേജർ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നത്, അവർ കോർഡിനേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ അവർ സൂപ്പർവൈസേഴ്സ് ആണ്. അവർ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ സൂപ്പർവൈസ് ചെയ്യും. അവിടെ എന്തെങ്കിലും, ഇപ്പൊ ഒരാൾ ആബ്സെന്റ് ആണെങ്കിൽ അവിടെ വേറെ ആളെ പ്ലേസ് ചെയ്യുക. ഇവരെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുക, ഇവർ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി മീറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്തുകൊണ്ട് അതിലുള്ള മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക. ടാർഗറ്റുകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതായത് പീപ്പിൾ ആൻഡ് പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാരാണ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവർ ഈ പറയുന്ന ഡേ ടു ഡേ ഓപ്പറേഷനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എങ്ങനെ ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരാം, ഡയറക്ഷൻ സെറ്റ് ചെയ്യുക, സിസ്റ്റം ആൻഡ് പ്രോസസ്സ് ബിൽഡ് ചെയ്യുക. വിഷനിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഈ ലീഡേഴ്സാണ്. അവർ തിങ്കേഴ്സാണ്. അവരെപ്പോഴും കൂടുതൽ ആലോചിക്കുന്ന ആൾക്കാരാണ്. സിസ്റ്റം ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ലീഡേഴ്സാണ്. ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ പറയുന്ന ലീഡേഴ്സാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആസ് ആൻ ഓൺട്രപ്രണർ, ആസ് ആൻ ഓണർ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഓർഗനൈസേഷനിൽ ഈ 3 റോളുകൾ ചെയ്യുന്നുണ്ടാവാം. ഇത് ചെയ്യാതെ ഒരു ഓർഗനൈസേഷൻ മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇപ്പൊ വലിയ ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്ലിയർ ആയിട്ടുള്ള ഈ എന്താ പറയുക, ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ റോളുകൾ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വിങ്, അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു വിങ്, ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിങ്. ചെറിയ സ്മോൾ ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അങ്ങനത്തെ ഉള്ള ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പല ആൾക്കാരും പല രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇവര് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. അതായത്
ഒരു ഓർഗനൈസേഷനിൽ എക്സിക്യൂട്ടീവ് പെർഫോം ചെയ്യുന്നില്ല, അതായത് എക്സിക്യൂഷനിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവിടെ സ്റ്റോപ്പ് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമർ വിളിക്കുന്നു, കസ്റ്റമർ എൻക്വയറി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ എക്സിക്യൂട്ടീവ്സ് ആണ്. അവരില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പറയുന്ന സെയിൽ നമുക്ക് ക്ലോസ് ആവില്ല, അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ എൻക്വയറി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് ഡ്രോപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സ് ഇല്ലെങ്കിൽ ആ പറയുന്ന ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി ഫ്രണ്ട് എൻഡിൽ തന്നെ സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷനിൽ മാനേജർമാർ എഫിഷ്യൻ്റ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ മാനേജർമാർ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? എക്സിക്യൂഷൻ ഒക്കെ നടക്കും. കാര്യം ചിലപ്പോൾ പ്രൊജക്റ്റിൽ പോകുന്നുണ്ടാവാം, പ്രൊജക്ട് സൈഡ് വർക്കുകൾ നടക്കുന്നുണ്ടാവാം, കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവാം, കോളുകൾ എടുക്കുന്നുണ്ടാവാം, ഇതെല്ലാം നടക്കുന്നുണ്ടാവാം. പക്ഷെ കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ ഡിലേ സംഭവിക്കാം, കംപ്ലൈന്റുകൾ കസ്റ്റമറിൽ നിന്ന് കിട്ടാം, എഫിഷ്യൻസി വളരെ കുറയാം. ഇപ്പൊ ചില കസ്റ്റമേഴ്സ് പറയുന്നുണ്ടാവും, എനിക്ക് ഇന്ന് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണ്? ചിലപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് ചിലപ്പോൾ നാളെ സപ്ലൈ ചെയ്യുമായിരിക്കും. മാനേജർ അവിടെ ഇല്ലെങ്കിൽ ഇന്ന് പ്ലാൻ അനുസരിച്ച് ചിലപ്പോൾ ഇന്ന് പോകാനും അത് മോണിറ്റർ ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനുള്ള ശ്രമം ചിലപ്പോൾ അവിടെ നടക്കില്ല എന്നുള്ളതാണ്. അപ്പം മാനേജർമാരില്ലെങ്കിൽ ഡിലേ വരാം, കംപ്ലൈന്റ് വരാം, എഫിഷ്യൻസി കുറയാം. ഇനി ഒരു ഓർഗനൈസേഷനിൽ ലീഡർമാരില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലീഡർമാരില്ലെങ്കിൽ ഈ പറയുന്ന ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം നടക്കും. അതിന് നമ്മൾ എക്സിക്യൂട്ടീവ്സും മാനേജേഴ്സും മതി. ലീഡർമാരില്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്നോവേഷൻ ഉണ്ടാവില്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും നമ്മൾ ഈ വർഷവും പോകുന്നുണ്ടാവുക. ടേൺ ഓവറിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല, പുതിയ ബ്രാഞ്ചസ് വന്നിട്ടില്ല, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടില്ല, സർവീസിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടില്ല, പുതിയ പ്രൊഡക്റ്റോ സർവീസോ വന്നിട്ടില്ല, പുതിയ ആൾക്കാർ വരുന്നില്ല. ഇങ്ങനെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ആ ഓർഗനൈസേഷനിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാനിതിവിടെ ഈ 3 കാറ്റഗറിയെ കുറിച്ച് പറയാനായിട്ടുള്ള കാരണം, ആസ് എൻ ഓൺട്രപ്രണർ ചിലപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ റോള് നിങ്ങൾ ഒരു ദിവസം നിങ്ങളൊന്ന് സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് ആൻഡ് മാനേജർ റോളാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ബിസിനസ് പോകുന്നത് എന്നുള്ളതാണ്. അതേസമയം നിങ്ങളുടെ ആ ലിസ്റ്റിൽ എക്സിക്യൂട്ടീവ് മാനേജറും ചെയ്യുന്ന ജോബ് നിങ്ങളുടെ ലിസ്റ്റിൽ, നിങ്ങളുടെ ടാസ്കിൽ അത് കുറവാണ് എങ്കിൽ നിങ്ങൾ ലീഡർ, അതായത് മാറ്റത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡിപ്പെൻഡൻസി കുറച്ച് അല്ലെങ്കിൽ കുറവായിക്കൊണ്ട് തന്നെയാണ് ആ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. അതൊരു നല്ലൊരു സൈൻ ആണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങളുടെ ജോബിൽ നിങ്ങളുടെ ഒരു 10 hours നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവോ മാനേജർ റോളുകളാണ് നിങ്ങളുടെ ലിസ്റ്റിൽ കൂടുതലായിട്ട് വരുന്നതെങ്കിൽ, ഓക്കെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, ഇത് റിവ്യൂ മീറ്റിംഗ് എടുക്കുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങളുടെ ടാസ്കിൽ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഡിപ്പെൻഡൻസി കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഇനി ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എത്രത്തോളം ഡിപ്പെൻഡഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സെയിം ഒരു പെർസെൻറ്റേജിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. ചില ആൾക്കാർ ഒരു 50% ആയിരിക്കാം, 70% ആയിരിക്കാം, 100% ഡിപ്പെൻഡൻസി ആയിരിക്കാം, 0% ഡിപ്പെൻഡൻസി ആയിരിക്കാം, വാട്ടെവർ. അങ്ങനത്തെ ഒരു ഫിഗർ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്നത് അത് വേറൊന്നുമല്ല, 0% ഡിപ്പെൻഡൻസി മീൻസ് 100% ഫ്രീഡം. നമ്മൾ ആ ബിസിനസ്സിൽ നമ്മൾ ഫ്രീ ആണ് എന്നുള്ളതാണ്. അതായത് കംപ്ലീറ്റ്ലി ബിസിനസ് സിസ്റ്റം ആൻഡ് ഡാറ്റ വെച്ചിട്ടാണ് നിങ്ങളത് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ 0% ഡിപ്പെൻഡൻസിയുടെ അർത്ഥം. അതായത് ഓരോ ഓർഗനൈസേഷനും സിസ്റ്റംസോ പ്രോസസ്സോ ഇല്ലാതെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടീമിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്തൊക്കെയോ സിസ്റ്റംസോ പ്രോസസ്സോ ഡാറ്റയൊക്കെ വച്ചിട്ടാൽ മാത്രമാണ് നിങ്ങൾ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ എത്ര നല്ല ആൾക്കാരുണ്ടെങ്കിൽ കൂടി ആ പറയുന്ന ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇനി 50% ഡിപ്പെൻഡൻസി 50% ഫ്രീഡം എന്ന് പറയുന്നത് പാർഷ്യലി യു ഹാവ് സം കൈൻഡ് ഓഫ് സിസ്റ്റം. എന്തൊക്കെയോ നിങ്ങൾ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും പൂർണ്ണമല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് 0% ഡിപ്പെൻഡൻസിയിലേക്ക് വരാനായിട്ട് സാധിക്കാത്തത്. ഒരു 50% ഫ്രീഡം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ്
100% ഡിപ്പെൻഡൻസി മീൻസ് 0% ഫ്രീഡം. നിങ്ങൾ ലോക്ക്ഡ് ആണ് ആ പറയുന്ന ഓർഗനൈസേഷനിൽ. കാരണം നിങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റി, നിങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം, പേഴ്സണൽ കാര്യം പോലും നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുന്നില്ല. കമ്പനിയുടെ പുറകെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ പോകുന്നു. ഒരു ക്ലയന്റ് വിളിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇടപെടേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ അവിടെ പോകുന്നു. അപ്പം നമുക്കൊരു പേഴ്സണലി നമുക്ക് ഒരു ഫ്രീഡം ഇല്ല. കംപ്ലീറ്റ്ലി നമ്മൾ എന്താണ് ആ പറഞ്ഞ ഓർഗനൈസേഷനിൽ ആക്ടിവിറ്റിയിൽ സ്റ്റക്കാണ് എന്നുള്ളതാണ് 100% ഡിപ്പെൻഡൻസിയുടെ അർത്ഥം. അതായത് ദർ ഇസ് നോ സിസ്റ്റംസ്, ഡാറ്റ ഓർ പ്രോസസ് എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അതിനെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓത്തർ ഉണ്ട്, ഒരു കോച്ച് ഉണ്ട്, മൈക്കൽ ഇ ഗർബർ എന്ന് പറയുന്ന ഒരാളാണ്. ആള് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇഫ് യുവർ ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ യു, യു ഡോണ്ട് ഓൺ ബിസിനസ്, യു ഹാവ് എ ജോബ് ആൻഡ് ഇറ്റ്സ് ദ വേഴ്സ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ബിക്കോസ് യു ആർ വർക്കിംഗ് ഫോർ എ ലുനാറ്റിക് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഒരു ബിസിനസ് അല്ല ഓൺ ചെയ്യുന്നത്, യു ഹാവ് എ ജോബ്. നിങ്ങൾ ജോബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വേറെ സ്ഥലത്ത് വേറെ കമ്പനിയിൽ ജോബ് ചെയ്യുന്നതിന് പകരം നമ്മൾ കമ്പനി ബിൽഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അല്ലാണ്ട് നിങ്ങൾ ബിസിനസ് അല്ല. ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻസി ഇല്ലാതെ നമ്മൾ ടീമിനെയും സിസ്റ്റം വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ബിസിനസ് എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേതെന്താ വെച്ചാൽ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ പ്രത്യേകത എന്താണ്? ആൻഡ് ഇറ്റ്സ് എ വേഴ്സ്റ്റ് ജോബ്. അതായത് നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി ജോബ് ചെയ്യുന്നതിനേക്കാളും പ്രഷറും ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ ബിൽഡ് ചെയ്ത ജോബിൽ, നിങ്ങൾ ബിൽഡ് ചെയ്ത ബിസിനസ്സിൽ നിങ്ങൾ ജോബ് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുന്നുണ്ടാവുക. ബിക്കോസ് യു ആർ വർക്കിംഗ് ഫോർ എ ലുനാറ്റിക്. അതായത് ഒരു വട്ടന്റെ ഒരു പ്രാന്തുള്ള ആൾക്കാരോടൊപ്പം ജോബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ആയിരിക്കും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇനി ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ബിസിനസ് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട്, സിസ്റ്റം പ്രോസസ് ഇട്ടുകൊണ്ട് ആ ഡിപ്പെൻഡൻസിയിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്ന് നമുക്കൊരു ബിസിനസ്സിലേക്ക് തന്നെ നമ്മുടെ ഒരു സ്ഥാപനത്തെ മാറ്റാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ അടുത്തൊരു കാര്യം ഒന്ന് പറയുകയാണ്. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന്, നിങ്ങൾ ചാറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ചാറ്റ് ഒന്ന് യൂസ് ചെയ്യുക. അതായത് രണ്ട് ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം, ഒരു കമ്പാരിസൺ പിക്ചർ കാണാം. ഒരു സൈഡിൽ നമുക്ക് മക്ഡൊണാൾഡ്സിന്റെ കാണാം, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ രാജൂസ് ബർഗർ, ഒരു എന്താ പറയുക, ഒരു ഇമേജ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു ലോക്കൽ ഷോപ്പായിട്ട് നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ഒരു ഇൻവെസ്റ്ററെ പോലെ ചിന്തിക്കുക. ഇൻവെസ്റ്റർ എന്താ ചിന്തിക്കുക? നമ്മൾ പൈസ എടുക്കുന്നു, അതിന്റെ റിട്ടേൺ കൃത്യമായിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടണം എന്നുള്ളതാണ്. ഏതിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക? മക്ഡൊണാൾഡ്സിലായിരിക്കോ രാജൂസ് ബർഗറിലായിരിക്കോ? നിങ്ങൾക്ക് ചാറ്റ് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് യൂസ് ചെയ്യാം. മക്ഡൊണാൾഡ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക, രാജൂസ് ബർഗർ. ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഏതിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക? ചാറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ചാറ്റ് യൂസ് ചെയ്യുക. മക്ഡൊണാൾഡ്സ് ആണെങ്കിൽ മക്ഡൊണാൾഡ്സ് എന്ന് എഴുതുക, അല്ല രാജൂസ് ആണെങ്കിൽ രാജൂസ് എന്ന് എഴുതുക. യെസ്, ഇപ്പൊ മക്ഡൊണാൾഡ്സ് ആണ് എഴുതിയിരിക്കുന്നത്. രണ്ടുപേരും മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, എല്ലാവരും മക്ഡൊണാൾഡ്സ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കാം നമ്മൾ മക്ഡൊണാൾഡ്സ് എന്ന് പറയാൻ കാരണം, രാജൂസ് ബർഗർ നമ്മൾ പറയാതിരിക്കാനായിട്ടുള്ള കാരണം? അതിന്റെ റീസൺ വേറൊന്നുമല്ല. ഇത് രണ്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ടും ഇതിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കാം. ചിലപ്പോൾ കുറച്ചുകൂടെ മക്ഡൊണാൾഡ്സിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ടേസ്റ്റ് ഒക്കെ രാജൂസ് ബർഗറിന് ലോക്കൽ ഇതിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. സെയിം കൈൻഡ് ഓഫ് എന്താ പറയുക, ബർഗർ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും രണ്ട് സ്ഥലത്തും കിട്ടുന്നുണ്ടാവുക. പക്ഷെ എന്താണ് മക്ഡൊണാൾഡിനെ രാജൂസ് ബർഗറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരം ഇതാണ്: മക്ഡൊണാൾഡ്സിന്റെ ബിസിനസ് മോഡലാണ് അവിടെ ഡിഫറെന്റ് ആയിരിക്കുന്നത്. അതായത് മക്ഡൊണാൾഡ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഔട്ട് പെർഫോംസ് രാജൂസ് ബർഗർ എന്ന് പറയുന്ന ഷോപ്പിന്റെ ബിസിനസ് മോഡലിനേക്കാളും ബെറ്റർ ആണ്. അതായത് മക്ഡൊണാൾഡ്സിന്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് സിസ്റ്റം ഡ്രിവൺ മോഡലാണ്. രാജൂസിന്റെ എന്താണ്? പേഴ്സൺ ഡിപ്പെൻഡന്റ് മോഡലാണ്. മക്ഡൊണാൾഡ്സിന്റെ ഓണർ വന്നിട്ടല്ല ചിലപ്പോൾ അവിടെ ഈ മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളത്തെ ഷോപ്പിൽ നിന്നാണ് അല്ലെങ്കിൽ മൂവാറ്റുപുഴ ഷോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. രാജൂസിന്റെ അങ്ങനെയല്ല, പേഴ്സൺ ഡിപ്പെൻഡന്റ് ആണ്. ആ പറയുന്ന കുറച്ച് വ്യക്തികളെ വെച്ചുകൊണ്ടാണ് ആ പറയുന്ന രാജൂസ് ബർഗർ റൺ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ബിസിനസ് മോഡൽ എന്നുള്ള ടേം ചിലപ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് ന്യൂ ആയിരിക്കാം. നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു ബിസിനസ് മോഡൽ ഉണ്ട്. ആ ബിസിനസ് മോഡൽ എത്രത്തോളം ബെറ്റർ ആണ് എന്നുള്ളതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് ബിസിനസിന്റെ ഒരു സ്കെയിലബിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിലേക്കോ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത്
നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾ, അതായത് നമ്മൾ ആമസോൺ ചെയ്യുന്ന എന്താണ്, ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ആമസോണിലും കിട്ടുന്നത്. പക്ഷെ ആമസോൺ വലിയൊരു ഓർഗനൈസേഷൻ ആണ്. ലോക്കൽ സൂപ്പർ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ഷോപ്പുകൾ അവർക്ക് ചിലപ്പോൾ അധികം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ഊബർ ആൻഡ് ലോക്കൽ ടാക്സി ഓപ്പറേറ്റർ, അത് രണ്ടും കൈൻഡ് ഓഫ് സർവീസുകൾ സെയിം ആണ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. പക്ഷെ രണ്ടിൻ്റെയും ബിസിനസ് മോഡൽ ഡിഫറെൻ്റ് ആണ്. രണ്ടിൻ്റെയും ബിസിനസ് വോളിയമും അതുപോലെ തന്നെ എക്സ്പാൻഷനും ഡിഫറെൻ്റ് ആണ്. ബിഗ് ബാസ്ക്കറ്റ് ആൻഡ് ലോക്കൽ കിരാന ഷോപ്പ്, ലോക്കൽ കിരാന ഷോപ്പിൽ കിട്ടുന്ന കാര്യങ്ങൾ ബിഗ് ബാസ്ക്കറ്റിൽ നമ്മൾ കിട്ടുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ ബിസിനസ് മോഡൽ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പോൾ ഓരോ എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്തും അതിന്റെ ഓരോ ഓർഗനൈസേഷന്റെയും ഒരു ഗ്രോത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബിസിനസ് മോഡലാണ് എന്നുള്ളതാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ബിസിനസ് മോഡൽ, എന്താണ് നല്ല ബിസിനസ് മോഡലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലൊരു ബിസിനസ് മോഡൽ, ഇത് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക. നമ്മുടെ ബിസിനസ് നല്ലൊരു ബിസിനസ് മോഡൽ ആണോ എന്ന് അറിയണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡർഡൈസേഷൻ, സെക്കൻഡ് സ്കെയിലബിലിറ്റി ആൻഡ് തേർഡ് ഈസ് പ്രൊഫിറ്റബിലിറ്റി. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉണ്ട് എങ്കിൽ മാത്രമാണ് നമ്മുടെ ബിസിനസ്, ഞാൻ പറയുന്നത് നല്ല ബിസിനസ് എന്നുള്ളതല്ല, നല്ല ബിസിനസ് മോഡൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ഒരു ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, സ്റ്റാൻഡർഡൈസേഷൻ. എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ? സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് സെയിം ഔട്ട്പുട്ട് റിഗാർഡ്ലെസ് ഓഫ് ഹൂ ഡസ് ദ വർക്ക്. സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല നമ്മളവിടെ പോകുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ആര് ചെയ്തു കഴിഞ്ഞാലും പ്രോസസ്സിലൂടെ, സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ക്വാളിറ്റി ഔട്ട്പുട്ടിലേക്ക് വരാനായിട്ട് സാധിക്കണം. ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റംസ് വേണം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്വാളിറ്റി വേണം. അതിന്റെ അർത്ഥം, ഇപ്പൊ ചില ബിസിനസ്സുകാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ടും കസ്റ്റമൈസേഷനിൽ ഫോക്കസ് ചെയ്യുന്നു. അവർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നാൽ മാത്രമാണ് ആ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആവും, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും, ഞാൻ ആ വർക്കിലൊന്ന് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിൽ ക്ലോസ് ആവും, എൻ്റെ സ്റ്റാഫിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ആ പ്രൊജക്റ്റിലേക്ക് ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല, അവിടെ എന്താ ചെന്നിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ടത്, മോണിറ്റർ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കാണ് അറിയുള്ളൂ. ഇങ്ങനെയുള്ള ബിസിനസ് ഈസ് നോട്ട് എ സ്റ്റാൻഡർഡൈസ്ഡ് ബിസിനസ്. നമ്മൾ ഓരോ കസ്റ്റമറിനും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ സർവീസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അത് നല്ലൊരു ബിസിനസ് മോഡൽ അല്ല എന്നുള്ളതാണ്. ഭയങ്കരമായുള്ള കസ്റ്റമൈസേഷൻ ഈ ബിസിനസ് മോഡലിന് എഗെയിൻസ്റ്റ് ആണ്. നമുക്ക് എന്താണ്? ക്വാളിറ്റി ഔട്ട്പുട്ട് വേണം. ആ ക്വാളിറ്റി ഔട്ട്പുട്ട് സിസ്റ്റം ആൻഡ് പ്രോസസ് വെച്ചുകൊണ്ട് ആര് ചെയ്തു കഴിഞ്ഞാലും കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ മാറ്റുക എന്നുള്ളതാണ് ഈ സ്റ്റാൻഡർഡൈസേഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്കറിയാം നമുക്ക് എന്താണ് ക്വാളിറ്റി വേണ്ടത്, നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വേണ്ടത്. അതിനെ സിസ്റ്റമാറ്റിക് ആക്കുക, പ്രോസസ് ഡ്രിവൺ ആക്കുക, വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക. വേറെ ആൾ പോയി കഴിഞ്ഞാലും വേറെ ആൾക്ക് അത് കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. ചെക്ക് ലിസ്റ്റുകൾ വേണം, റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യണം. അപ്പം ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് സിംപ്ലി സിസ്റ്റത്തിൽ നിന്ന് മാത്രമാണ് സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി സ്റ്റാൻഡർഡൈസേഷൻ ഉള്ള ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്കെയിലബിലിറ്റിയിലേക്ക് ചിന്തിക്കണം. ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് അവർ ആദ്യം നോക്കുന്നത് ബിസിനസ് സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്നുള്ളതാണ്, അതായത് റിപ്പീറ്റബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് അവർ നോക്കുന്നത് എന്താണ്? സ്കെയിലബിൾ ആണെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു മൂവാറ്റുപുഴ ഒരു ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തൃപ്പൂണിത്തുറ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ മാത്രമാണ് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ സ്കെയിലബിൾ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിന് സ്കെയിൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് വേണം? സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം, സിസ്റ്റം പ്രോസസ് വേണം. അപ്പൊ മെക്ഡൊണാൾഡ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ്, എങ്ങനെയാണ് റെസിപ്പി, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കുക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് സോഴ്സ് ചെയ്യേണ്ടത്, അതിന്റെ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് സോഴ്സ് ചെയ്യേണ്ടത്, ഇതെല്ലാം വെൽ റിട്ടൺ ആണ്, അല്ലെങ്കിൽ അത് ഡോക്യുമെന്റഡ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഈ മെക്ഡൊണാൾഡ്സിന് ഇന്ന് കാണുന്ന ഒരു ചെയിനിലേക്ക്, നമ്മൾ ഈ ആദ്യം കണ്ട എല്ലാ എന്താ പറയുക, ഒരു കമ്പനീസിനാണെങ്കിലും അതിനെ സ്കെയിൽ ചെയ്യാൻ, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അത് എറണാകുളത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് ചിലപ്പോൾ മുംബൈയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ആ പ്രോസസ്സ് വെച്ചുകൊണ്ട് മാത്രമാണ് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്കെയിൽ സ്മാർട്ട് നോട്ട് മെസ്സി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഡിഫിക്കൽട്ടി നമ്മൾ കൂടാനായിട്ട് പാടില്ല.
അതിൻ്റെ കോസ്റ്റ് കൂടാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് സ്കെയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് അത് സ്കെയിലബിൾ ബിസിനസ് മോഡലാണെന്ന് പറയാൻ സാധിക്കുക. അതാണ് പല ആൾക്കാരും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നത്. ടെക്നോളജി സ്കെയിൽ ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറോ കോസ്റ്റോ ഒന്നും വേണ്ടി വരില്ല. ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? സ്കെയിലബിലിറ്റിയുടെ ഒരു ഫാക്ടർ കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ നല്ല ബിസിനസ് മോഡൽ എല്ലാം നോക്കുന്ന സമയത്ത് അതിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യാനായിട്ടുള്ള ടൂളാണ് ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. അപ്പോൾ ലാർജർ വോളിയം നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സ്കെയിലബിൾ ബിസിനസ് മോഡലിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. അതേപോലെ തന്നെ ഓണർ ഡിപ്പെൻഡൻസി അവിടെ കുറവായിരിക്കണം. നമ്മുടെ ഡിപ്പെൻഡൻസി കുറവായാൽ മാത്രമാണ് അതിന് സ്കെയിലബിൾ ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ സിസ്റ്റം പറഞ്ഞു, സ്കെയിലബിലിറ്റി ബിസിനസ് മോഡലിന്റെ ഫാക്ടർ എന്ന് പറഞ്ഞു. അടുത്തത് പ്രൊഫിറ്റബിലിറ്റി ആണ്. അപ്പം നല്ല രീതിയിൽ സ്റ്റാൻഡർഡൈസേഷൻ ഉള്ള നല്ല രീതിയിൽ സ്കെയിലബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് മോഡലിൽ അടുത്ത ഫാക്ടർ ലാഭം കിട്ടുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നമുക്ക് റിപ്പീറ്റബിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാർജിൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് നമ്മൾ അല്ലെങ്കിൽ കുറവാണ് നമ്മൾ റവന്യൂ എങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ബിസിനസ് മോഡൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ബിസിനസ് മോഡലും ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാതെ നമ്മുടെ ഒരു ബിസിനസ് മോഡൽ നല്ലതായിരിക്കില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സെല്ല് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരുന്ന സമയത്തും നമ്മുടെ ബന്ധത്തിൻ്റെ പുറത്തൊന്നും നമ്മുടെ ബിസിനസ്സിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അവരറിഞ്ഞോ അറിയാതെ ഈ 3 ഫാക്ടേഴ്സ് നോക്കും. അപ്പം നമ്മുടെ ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക്കായി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്ററെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനെ സ്കെയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അല്ലാതെ സ്കെയിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസിനെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ കൂട്ടാൻ നോക്കുന്ന സമയത്ത് അത് പലപ്പോഴും ഫെയിൽ ആയിട്ട് പോകുന്നതായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ബിസിനസ് സിസ്റ്റമൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഗനൈസേഷൻ സംബന്ധിച്ചുകൊണ്ട് ബിസിനസ് സിസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇനി അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സിസ്റ്റമൈസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലായി. ഇതെങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സിസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് കുറച്ചുകൂടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ബിസിനസ്സിൻ്റെ പ്രാക്ടിക്കൽ ആംഗിളിൽ നിന്ന് വേണം ഇതിനെ നമ്മൾ ഒന്ന് കാണാനായിട്ട്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളായിരിക്കാം. ചില കാര്യങ്ങൾ ചിലപ്പോൾ ടൈം എടുത്തുകൊണ്ട് മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ബേസ് സിസ്റ്റം നമ്മൾ എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സിസ്റ്റത്തിൽ നമ്മുടെ ഒരു ബിസിനസ്സിൽ. ഞാൻ പറയുന്നത് ഒരു മിനിമം ഒരു 6 കാര്യം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്റ്റാൻഡർഡൈസേഷനിലേക്ക് നിങ്ങൾക്ക് എത്താം. അതെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് എത്തേണ്ട കാര്യമല്ല. അതൊരു ഗ്രാജുവലി ഒരു 6 to 1 year ഒക്കെ എടുത്തുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മോഡലിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സാധിക്കും. എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അല്ലെങ്കിൽ KPIs ആൻഡ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും സംസാരിക്കാം. രണ്ടാമത് നമുക്കൊരു കോർ ടീം ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം എന്നുള്ളതാണ്. മൂന്നാമത് റിവ്യൂ മീറ്റിംഗ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOP എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ടുവരിക. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ KPI ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം, ഓരോ ആൾക്കാരെയും നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ടുവരിക. ആൻഡ് 6 ഓഡിറ്റ് സിസ്റ്റം. ഈ സിസ്റ്റം റൺ ചെയ്യണ്ടോ എന്നുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 6 കാര്യങ്ങൾ മിനിമം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് ബിസിനസ് മോഡലിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഓർഗനൈസേഷൻ ഗോൾ ആൻഡ് KPIs കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ബിസിനസ്സിൽ ഒന്ന് മാറി നിന്നുകൊണ്ട് അടുത്തൊരു വർഷത്തെ ഒരു പിക്ചർ നമ്മൾ എടുക്കാം. അടുത്തൊരു വർഷം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എടുക്കുക. പലപ്പോഴും നമ്മൾ ഈ ഗോൾസ് ആൻഡ് KPI എന്ന് പറയുമ്പോൾ ഒരു 90% ബിസിനസ് ഓണേഴ്സും ചെയ്യുന്നത് അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സെയിൽസിൽ നെക്സ്റ്റ് ഒരു 1 yearലേക്ക് ഇത്ര ടേൺ ഓവർ വേണം, അല്ലെങ്കിൽ ഇത്ര വോളിയം ഓഫ് ബിസിനസ് ചെയ്യണം, അത്രയും ക്വാണ്ടിറ്റി ഓഫ് ബിസിനസ് ചെയ്യണം എന്ന് പലപ്പോഴും സെറ്റ് ചെയ്യുന്നുണ്ടാവാം. അത് വെച്ചിട്ടായിരിക്കും അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിനുപരി നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും മെഷർ ചെയ്യാൻ പറ്റുന്ന, സക്സസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ, KPI എന്ന് പറയുമ്പോൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം.
അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇപ്പൊ സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ റിസൾട്ട് ഏരിയ ആണ്. അപ്പൊ അതിൽ നമുക്ക് 4 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 3 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 3 പ്രൊഡക്റ്റിന്റെയും ടാർഗറ്റ് എത്രയായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഈ കൺവേർഷൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ലീഡുകൾ വരുന്നുണ്ട്. നമുക്ക് ലീഡുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് ആൾക്കാരെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് നമ്മുടെ കോസ്റ്റ്, ഈ കസ്റ്റമറെ നമ്മൾ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ് നമുക്ക് എത്രയിൽ നിർത്തണം, അതിൻ്റെ ഒരു ബഡ്ജറ്റ് എത്രയാണ്. ലീഡ് ജനറേഷൻ, എത്ര ലീഡ് ഒരു മാസം നമുക്ക് ജനറേറ്റ് ചെയ്യണം. കസ്റ്റമർ റിലേഷൻഷിപ്പിൽ വരുവാണെങ്കിൽ എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ, നമ്മൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മിനിമം ഇത്രയിൽ കൊണ്ടുവരണം. കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യണം. നമുക്ക് ഈ പറഞ്ഞ 85% ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അക്കൗണ്ട്സിൽ എന്താണ് GP നമ്മുടെ മിനിമം എത്ര ആയിരിക്കണം. ഈ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ എന്ന് പറയുന്നത് ഇത്ര ഡേയ്സിനുള്ളിൽ ആയിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു എക്സാമ്പിൾ ആണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഗോളുകൾ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ബിസിനസ് സിസ്റ്റമൈസേഷന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. കാരണം നിങ്ങൾ ഗോള് ഫിക്സ് ചെയ്യാതെ നമ്മുടെ ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക് ആക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇതിനെ നമ്മൾ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സ്ട്രക്ചർ തന്നെയായിരിക്കാം ആ ബ്രാഞ്ചിലും വർക്ക് ചെയ്യേണ്ടത്. ഗോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം, അത് കോമൺ ആയിരിക്കണം. അത് നമുക്ക് റിസൾട്ട് തരുന്ന ഗോളുകളായിരിക്കണം നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അത് പല ബിസിനസ്സിനും പല രീതിയിലാണ്. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എല്ലാ ബിസിനസ്സിനും മെഷറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ പുറകെ നമ്മൾ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സിനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു എന്താ പറയുക ഒരു കോൺസെപ്റ്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ ഗോളുകൾ KPI സെറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഈ ഗോളുകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പറയുകയാണ് നമുക്കൊരു മാസം 125 ലീഡ് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 125 ലീഡ് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം. അതേപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ 4.5ലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4.5 വരില്ല. അതിന് കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മുടെ ടീമും നമ്മുടെ എൻ്റയർ ബിസിനസ്സും ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സ്ട്രാറ്റജൈസ് ചെയ്യണം. അത് ആക്ടിവിറ്റീസ്, ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്ന് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഗോൾ ആൻഡ് KPI ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് സിസ്റ്റമൈസേഷനിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഗോൾ സെറ്റ് ചെയ്തു, സ്ട്രാറ്റജി സെറ്റ് ചെയ്തു, നമുക്ക് അവിടെ ഒരു കോർ ടീമിനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് കോർ ടീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോർ ടീം എന്താണ് മീൻ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും പല ബിസിനസ്സിലും കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓണർ ഉണ്ടാവാം, താഴ്ത്തി നിൽക്കുന്ന എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവാം. ഇതിന്റെ ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാവില്ല. എല്ലാവരും ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഓണർ ലെവലിൽ നിൽക്കുന്നു, ബാക്കി എക്സിക്യൂഷൻ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ, അങ്ങനത്തെ ഒരു മെത്തേഡിൽ ഇതിനെ ഒരു സ്കെയിലബിൾ അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് മോഡലിലേക്കോ സിസ്റ്റമാറ്റിക് ബിസിനസ് മോഡലിലേക്കോ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ഗോള് അല്ലെങ്കിൽ KPI ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ലീഡർ കപ്പാസിറ്റിയിലേക്ക് വരാൻ സാധിക്കുന്ന ആൾക്കാരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. ചിലപ്പോൾ നമുക്ക് ഇന്റേണൽ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം. ഒരു കോർ ടീം ഡെഫിനറ്റ്ലി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വലിയ ഓർഗനൈസേഷൻ കാണുന്ന പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ആൾക്കാർ കോർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് വേണമെന്നുള്ള അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ 2-3 പേരായിരിക്കാം ചെറിയ ഓർഗനൈസേഷനിൽ എൻ്റയർ ഈ പറയുന്ന ഗോളുകളെ മോണിറ്റർ ചെയ്യുകയും അത് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കോർ ടീമിനെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലിയർ ആയിട്ടുള്ള ഹയറാർക്കി, നമ്മൾ ടീം മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ ഓരോ ആൾക്കാരും ആരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എത്ര ഡ്യൂറേഷനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ജോബ് റോളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ സിസ്റ്റമൈസേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു, കോർ ടീമിനെ സെറ്റ് ചെയ്തു, ഗോൾ സെറ്റ് ചെയ്തു, ഇത് റിവ്യൂ ചെയ്യുന്നില്ല, ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ആ സിസ്റ്റം ഫെയിൽ ആവും. ഇപ്പം ഞാൻ ആദ്യം കുറച്ച് എക്സാമ്പിൾ കാണിച്ചിരുന്നു. സെയിൽസിൽ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ നമ്മളെ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്.
ഇതിനെ നമുക്ക് ഒരു ഡാഷ്ബോർഡ് സിസ്റ്റത്തിലേക്ക് വരണം. എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇതിന്റെ ഡാറ്റ ആസ് എൻ ഓർഗനൈസേഷൻ, ആസ് എൻ ബിസിനസ് ഓണർ, ആസ് എ ലീഡർ നമുക്ക് കിട്ടാനായിട്ടുള്ള സിസ്റ്റം കൂടി നമുക്ക് വേണം. അതിനാണ് പലപ്പോഴും പല ആൾക്കാരും ഈ ERP സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ അതിൻ്റെ പല ആപ്ലിക്കേഷൻസ്, എക്സല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ സെയിൽസ് റവന്യൂ ഇത്രയായിരിക്കണം, കറന്റ് എത്ര നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യാൻ സാധിക്കണം, നമുക്കൊരു ഡാഷ് ബോർഡിൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കണം. അതിൽ എന്തെങ്കിലും നമ്മൾ ആക്ഷൻ എടുക്കണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ പറയുന്ന ഡാറ്റയുടെ ഒരു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്കത് സാധിക്കുകയുള്ളൂ. ആ ഡാഷ്ബോർഡ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിനെ റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി, വീക്ക്ലി, മന്ത്ലി ആൻഡ് ക്വാർട്ടർലി റിവ്യൂ സ്ട്രക്ചർ വെക്കണം. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ, ചില ഡാറ്റാസ്, ചില ഗോളുകൾ ഡെയിലി മോണിറ്റർ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷന്റെ ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ചില ലീഡിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഡെയിലി ചിലപ്പോൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരണം, റിവ്യൂ ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു വീക്ക്ലി റിവ്യൂയിലേക്ക് കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഇത് കൃത്യമായിട്ട് ഡാറ്റ വച്ചുകൊണ്ട് തന്നെ റിവ്യൂ ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ഈ പല മീറ്റിങ്ങിൽ സംഭവിക്കുന്നത് ഈ സബ്ജക്റ്റീവായിട്ട് പല ഡിസ്കഷൻസിലേക്ക് പോകും. ഡിസ്കഷൻ അതുകൊണ്ട് നീണ്ടുപോകും. നമ്മളൊരു അരമണിക്കൂർ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ 2 മണിക്കൂറിലേക്ക് പോകും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്താണോ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ കമ്മിറ്റ്മെന്റിലേക്ക് ആസ് ആൻ ഓർഗനൈസേഷൻ നമ്മൾ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇനീഷ്യലി അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അതിലേക്കുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നത്. ബട്ട് ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു റിവ്യൂ ആൻഡ് മീറ്റിംഗ് സ്ട്രക്ചർ ആണ് ഈ ബിസിനസ് സിസ്റ്റമൈസേഷനിൽ നമ്മൾ അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ആക്ഷൻ നമ്മൾ തീരുമാനിക്കണം. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുകയല്ല ചെയ്യുക. ഈ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാം, ചില ഗോളുകൾ വളരെ ഈസി ആയിട്ട് ചിലപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു വീക്കിലേക്ക് ആസ് ആൻ ഓർഗനൈസേഷൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ്, സ്ട്രാറ്റജീസ് ചിലപ്പോൾ മാറ്റേണ്ടി വരും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ടീമുമായിരുന്നു കൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിലായിരിക്കണം ആസ് ആൻ ഓർഗനൈസേഷൻ നമ്മൾ ആ ഒരു വീക്ക് അല്ലെങ്കിൽ ആ ഒരു മന്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ആക്ഷൻ ഡ്രിവൺ അല്ലെങ്കിൽ ഒരു റിവ്യൂ മെക്കാനിസത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഈ സിസ്റ്റമൈസേഷനിൽ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവുക എന്നുള്ളതാണ്, SOP. കൂടുതൽ ബിസിനസ് ഓണേഴ്സും എപ്പോഴും ഈ ബിസിനസ് സിസ്റ്റമൈസേഷനെ കണക്ട് ചെയ്യുന്നത് SOPയിലാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സുകൾ, ആക്ടിവിറ്റീസ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയുമോ യെസ് എൻ്റെ കമ്പനി ഈസ് കംപ്ലീറ്റ്ലി സിസ്റ്റമൈസ്ഡ് എന്നുള്ളത്. അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഇൻ റൈറ്റിങ്ങിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് SOPയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് സിസ്റ്റമൈസേഷന്റെ ഒരു ഭാഗം മാത്രമാണ് ആവുന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊജക്റ്റ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ മെക്ഡിയുടെ എക്സാമ്പിൾ പറഞ്ഞു. മെക്ഡിയില് ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു മെനു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ്ലി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റെസിപ്പി എങ്ങനെയായിരിക്കണം, എത്രത്തോളം ഉപ്പിടണം, എത്രത്തോളം എരിവിടണം, അതിന്റെ ഹീറ്റ് എങ്ങനെയായിരിക്കണം, അതെങ്ങനെയാണ് അത് തിരിച്ചിടേണ്ടത്, മറിച്ചിടേണ്ടത്, അതെങ്ങനെ പ്രൊക്യൂർ ചെയ്യണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റേഷൻ ഉള്ളത് കാരണമാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഈ പല ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ പല ബ്രാഞ്ചസിലാണെങ്കിലും അത് അവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് മെക്ഡയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്പി മാറ്റാൻ നമുക്ക് പറ്റില്ല. അവർ പ്രൂവൺ ആയിട്ടുള്ള ഒരു SOP, ഒരു ഡോക്യുമെന്റേഷൻ കൊണ്ടുവന്നുകൊണ്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം മാത്രമാണ്. നമുക്കറിയാം ഒരു പരിധി വരെ നമുക്ക് ഇവിടത്തുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മളിപ്പോൾ മുംബൈ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ കാലിക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ടേസ്റ്റിലും അതിന്റെ ലുക്കിലും അതിന്റെ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ അതിന്റെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം അതിന്റെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ആ ബിസിനസ് കംപ്ലീറ്റ്ലി പോകുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് SOPയിൽ വേണ്ട 3 കാര്യങ്ങൾ.
പോളിസി, പ്രോസസ് ആൻഡ് പ്രൊസീജിയർ എന്നുള്ളതാണ്. പോളിസി എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ സെറ്റ് ചെയ്യണം. പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ നിന്ന് എൻഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ സെയിലിന്റെ കേസ് ആണെങ്കിൽ എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറെ നമ്മൾ ഫോൺ എടുക്കുന്നു, ഫോൺ എടുത്ത് അവരെ പൈസ അല്ലെങ്കിൽ എമൗണ്ട് കളക്ട് ചെയ്യുന്ന സമയത്താണല്ലോ ക്ലോസ് ചെയ്യുന്നത്. ആ ക്ലോസ് ചെയ്യുന്നത് വരെ ചിലപ്പോൾ ഒരു 5-6 പ്രോസസ്സുകൾ ഉണ്ടാവും. ആ പ്രോസസ്സുകളാണ് നമ്മൾ ഇവിടെ രണ്ടാമത് ഡിഫൈൻ ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ചില ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയാണ് CRM-ൽ എൻ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ റിപ്പോർട്ടുകളാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആണ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുക. അപ്പം നാലാമത് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ട്, ആ ബിസിനസ്സിൽ ഇപ്പം റൺ ചെയ്യുന്ന പ്രോസസ്സുകൾ ജസ്റ്റ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കറണ്ട് ബിസിനസ്സിന്റെ ഒരു പ്രോസസ്സുകൾ നമ്മളൊന്ന് എഴുതി വെച്ചാൽ തന്നെ ഒരു 50% നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു SOP ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മുടെ ടീമിന്റെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ പല കാര്യങ്ങളും വച്ചുകൊണ്ടാണ് റൺ ചെയ്യുന്നത്. കാരണം ഒരു മിനിമം ഒരു SOP ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ റൺ ആവില്ല. അപ്പൊ അതിന്റെ ചലഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ആൾക്കാർ വരുന്ന സമയത്ത് ഈ SOP ഇല്ലാത്തവരെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇവരെ പിന്നെയും നമ്മുടെ എഫേർട്ട് എടുത്തുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്യണം. അവർ ചിലപ്പോൾ 1 മാസം കൊണ്ട് പഠിക്കേണ്ട കാര്യം ചിലപ്പോൾ 6 മാസം എടുത്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഇവർ വരുമ്പോൾ തന്നെ ഇങ്ങനെയാട്ടോ നമ്മുടെ ഈ സെയിൽ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന റിപ്പോർട്ടുകൾ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറന്റ് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെച്ചാൽ തന്നെ 50% നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു SOP എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ് സിസ്റ്റമൈസേഷനിൽ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ KPI ആൻഡ് പെർഫോമൻസ് റിവ്യൂ സിസ്റ്റം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു KPI വേണം, ഗോൾ വേണം, റിവ്യൂ മെക്കാനിസം വേണം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൂടെയുള്ള ഓരോ എംപ്ലോയീസിനും കൃത്യമായിട്ടുള്ള ഗോള്, KPI, പെർഫോമൻസ് റിവ്യൂ ഇത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. എന്ന് പറയുമ്പോൾ പല ഓർഗനൈസേഷൻ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ കുറേ ആൾക്കാർ റിക്രൂട്ട് ചെയ്തിട്ട് നമുക്കും അറിയില്ല അവർക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ചില സ്ഥലത്ത് നിങ്ങൾ പറയും, എൻ്റെ സ്റ്റാഫുകളെല്ലാം ഓൾറൗണ്ടേഴ്സ് ആണെന്ന് പറയും. ഓൾറൗണ്ടേഴ്സ് ആയിക്കോട്ടെ, അതായത് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആൾക്കാരും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യേണ്ടെന്നുള്ളതാണ്. അത് ചെയ്യുമ്പോഴും അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ എക്സ്പെക്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് ഒരു രീതിയിലും പ്രൊഡക്ടിവിറ്റി തരില്ല. അങ്ങനെയുള്ള സ്റ്റാഫ് കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് തോന്നും അവർ പ്രൊഡക്റ്റീവ് അല്ല, ഇവരെന്താ ചെയ്യാത്തത്, എന്താണ് ഇവർ വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ അവരെ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങും. അവർ തിരിച്ചു എന്ത് ചെയ്യും, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ഈസ് നോട്ട് ഹാപ്പി, അവർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓർഗനൈസേഷനിൽ ക്വിറ്റ് ആവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ആൾക്കാരും, അത് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ കൂട്ടത്തിൽ ഒരു ക്ലീനിങ് സപ്പോർട്ടീവ് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്, ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ കൂടി അവർക്ക് വരെ സിമ്പിൾ ആയിട്ടുള്ള അവരുടെ എക്സ്പെക്ടേഷൻ, ഗോള്, അതുപോലെ റെസ്പോൺസിബിലിറ്റി നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. മെഷറബിൾ ആയി, ഞാൻ അവിടെ അത് പറയുന്നത്, മെഷറബിൾ ആയിട്ടുള്ള ഗോള് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് നമുക്ക് മന്ത്ലി എന്ത് ചെയ്യാൻ സാധിക്കണം, ഇവാലുവേഷനിൽ കൊണ്ടുവരണം. അതായത് നമ്മളിത് കൊടുത്തു വിട്ടു അല്ലെങ്കിൽ വരുന്ന സമയത്ത് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് മന്ത്ലി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നമ്മൾ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു, ആക്ച്വൽ വർക്ക് എന്താണ് എന്ന് പറയുന്ന രീതിയിൽ ഡാറ്റ വെച്ചുകൊണ്ട് അവരോട് സംസാരിക്കാനായിട്ട് സാധിക്കണം. ഒരു ഫോർമൽ ആയിട്ട് ഒരു റിവ്യൂ നമ്മൾ 1-to-1 ഇരുന്നുകൊണ്ട് അവരൊപ്പം ഇരുന്നുകൊണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞൊരു മാസം പോരായ്മ, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവണം എന്ന തരത്തിലൊക്കെ ഡിസ്കഷൻ കൊണ്ടുവരാൻ സാധിക്കണം. അതെന്തായിരിക്കണം, ഡാറ്റ ഡ്രിവൺ ഫീഡ്ബാക്ക് ആയിരിക്കും കൊടുക്കേണ്ടത്. വെറുതെ വെർബൽ ആയിട്ടുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയേണ്ടത്. ഡാറ്റ വെച്ചുകൊണ്ട് എന്നാണ് എക്സ്പെക്ട് ചെയ്തത്, നമ്മുടെ ഒരു കസ്റ്റമറുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ സ്കോർ നമ്മൾ ഇതായിരുന്നു, പക്ഷെ നിന്റെ പറയുന്ന കസ്റ്റമേഴ്സിന് അത്രയും കിട്ടിയിട്ടില്ല, അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യണം. ഇങ്ങനെ ഡാറ്റ വെച്ചുകൊണ്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദർ ഷുഡ് ബി എ റെക്കഗ്നിഷൻ സിസ്റ്റം. പല ബിസിനസ് ഓണേഴ്സും അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അവർ ചിന്തിക്കുന്നത്, ഈ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് എന്നുള്ളത് ചിന്തിക്കും. കാരണം അവർക്ക് ഡെഫിനറ്റ്ലി സാലറി കിട്ടുന്നുണ്ട്, വർക്ക് ചെയ്യുന്നതിന് സാലറി കിട്ടുന്നുണ്ട്, ഓക്കെ. പക്ഷെ കമ്പനി ഡെവലപ്പ് ആവുന്ന സമയത്ത് എനിക്ക് എന്ത് ബെനിഫിറ്റ് എന്നുള്ളത് പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള മറുപടി, അതിനുള്ള ആൻസർ ആണ് നമ്മൾ റെക്കഗ്നിഷൻ സിസ്റ്റം.
നമ്മുടെ കമ്പനിയുടെ ഗോൾ അച്ചീവായി, നമ്മുടെ കമ്പനി ഗ്രോ ആവുന്നു, നിങ്ങളത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവാർഡ് സിസ്റ്റം ഇതായിരിക്കും എന്നുള്ളത് നമുക്ക് നേരത്തെ പ്രീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അവിടുത്തെ പറയണം നിങ്ങളുടെ ഇൻസെൻറ്റീവ് ഇങ്ങനെയായിരിക്കും. നമ്മുടെ കമ്പനി ഗോൾ അച്ചീവ് ചെയ്തു, നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഇൻസെൻറ്റീവ് കിട്ടും, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇൻസെൻറ്റീവ് കിട്ടും. മന്ത്ലി പെർഫോമൻസ് നമ്മൾ എന്താ പറയുക, സ്റ്റാർ പെർഫോമറെ നമുക്ക് ഇതിന്റെ ബേസിൽ അനൗൺസ് ചെയ്യാം. സാലറി ഇൻക്രിമെന്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദിസ് എന്താ പറയുക KPI ആൻഡ് പെർഫോമൻസ്. നമുക്കറിയാം പല സ്ഥാപനങ്ങളിലും കണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാലറി ഇൻക്രിമെന്റ് വരും. ഇൻക്രിമെന്റ് വരുന്ന സമയത്ത് ഒരു പേഴ്സണൽ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ പരാതി, അവര് വേറെ ആൾ വിജയിക്കും, എനിക്കത് കിട്ടിയില്ല, ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്കത് തന്നില്ല, ഞാനത് ചോദിക്കാൻ നിന്ന്, ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻ വരും. ഇതൊന്നും വേണ്ട. ബേസ്ഡ് ഓൺ പെർഫോമൻസ് നമുക്ക് പറയാം നിങ്ങളുടെ പെർഫോമൻസ് ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ നിങ്ങളുടെ ഇൻക്രിമെന്റ് ഷുഡ് ബി ലൈക്ക് ദിസ്, ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും. ബിലോ ഒരു 70% വരുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ ദർ ഈസ് നോ ഇൻസെന്റീവ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നോ ഇൻസെന്റീവ് ആൻഡ് നോ ഇൻക്രിമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ആസ് ആൻ ഓർഗനൈസേഷൻ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനും അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ബോണസ് അനുസരിച്ച് കൊടുക്കാം, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അനുസരിച്ച് കൊടുക്കാം. അവർ പെർഫോം ചെയ്യണമെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞു ഈ ടാസ്ക് അല്ലെങ്കിൽ റിസൾട്ട് KPI എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. അത് ഞാൻ ഒന്നും കൂടി ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആഗ്രഹിക്കുന്നു. എന്താണ് ഈ മെഷറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലിയർ ആവണമല്ലോ. അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ കൂടി മെഷറബിൾ ആയിട്ടുള്ള ഗോള് KPI സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളൊരു ഫുഡ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ഫുഡ് ഡെലിവറി പേഴ്സണെ നമ്മുടെ മനസ്സിലൊന്ന് വയ്ക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ടെൻഡൻസി എന്ന് പറയുന്നത് ഈ ടാസ്കുകളായിരിക്കും അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ശ്രമിക്കുന്നത്. എന്താണ് ഒരു ഫുഡ് ഡെലിവറി പേഴ്സണെ സംബന്ധിച്ചുള്ള ടാസ്കുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി? അവർ ചെയ്യേണ്ടത് എന്താണ്? ഓർഡർ പാക്ക് ചെയ്യണം കറക്റ്റ്ലി, അത് കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ലൊക്കേഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യണം, അവരുടെ പേയ്മെന്റ് എടുക്കണം, ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെലിവറി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മളൊന്ന് നേരെ മറിച്ച് ഈ റിസൾട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയേ. എന്താണ് അവരുടെ റിസൾട്ട്? എന്തിനാണ് ഫുഡ് ഡെലിവറി പേഴ്സൺ വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ കൊടുക്കേണ്ടത് എന്താണ്? ഇത്ര മിനിറ്റിനുള്ളിൽ നീ ഡെലിവറി ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? എപ്പോഴെങ്കിലും കസ്റ്റമർക്ക് ഡെലിവറി കാര്യമില്ല. ആസ് എൻ ഓർഗനൈസേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം, ഒരു ഓർഡർ വന്നാൽ ഇത്ര സമയത്തിനുള്ളിൽ ഡെലിവറി ചെയ്യണം, മെഷറബിൾ ആണ്. രണ്ടാമത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 0% ഡാമേജ്. നീ അവിടെ കൊണ്ടുവന്നു, നീ 30 മിനിറ്റോ 25 മിനിറ്റ് ഡെലിവറി ചെയ്തു, പക്ഷെ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഡാമേജ് ആയി, അല്ലെങ്കിൽ പാക്കറ്റ് പൊട്ടി, അതല്ല, 0% ഡാമേജ് ആയിരിക്കണം എന്നുള്ളത് അവരുടെ റിസൾട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. ഇനി 10 പേരുണ്ടെങ്കിൽ 10 പേരുടെയും ഡെലിവറി എന്ത് ആയിരിക്കണം? 100% സക്സസ്ഫുൾ ആയിരിക്കണം. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ലാസ്റ്റ് വൺ, കസ്റ്റമർ റേറ്റിംഗ്. അതായത് നീ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ റേറ്റിംഗ് എടുക്കും. റേറ്റിംഗ് എടുക്കുന്ന സമയത്ത് അവർ 5 ഔട്ട് ഓഫ് 5 തരിക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്, നിന്റെ അക്കൗണ്ടബിലിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 4 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഈ 4 ഡേറ്റാസും നമുക്ക് വളരെ ഈസി ആയിട്ട് എടുത്തുകൂടെ? ഇതിന്റെ ഒരു മെഷറബിലിറ്റി, ഒരു പെർഫോമൻസ് മോണിറ്ററിങ് നമ്മൾ നടത്തിക്കൂടെ? നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞൊരു മാസം ആള് 200 ഡെലിവറി ചെയ്തിട്ടുണ്ട്. 200 ഡെലിവറിയിൽ 30 മിനിറ്റിനുള്ളിൽ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? 0% ഡാമിൽ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? 100% കസ്റ്റമർ കൊടുത്തിട്ടുണ്ടോ? കസ്റ്റമർ റേറ്റിംഗ് 200-ലും എത്രയാണ്? ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഡാറ്റ, ഒരു മെഷറബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുകയും അവരെ പെർഫോമൻസിന്റെ ബേസിൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫ് എംപ്ലോയീസിനാണെങ്കിൽ കൂടി അങ്ങനെ മെഷറബിൾ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ റിവ്യൂ മെക്കാനിസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റം ഓഡിറ്റിംഗ് ആണ്. ദിസ് ഇസ് എ ലാസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഞാനിത് ഈ 6 കാര്യം പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിസിനസ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളാണ്. സിസ്റ്റം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സിസ്റ്റം എല്ലാം വെച്ചു, എല്ലാം ഗോൾ സെറ്റ് ചെയ്തു, പെർഫോമൻസ് റിവ്യൂ ചെയ്തു, SOP ചെയ്തു. ഇതിന് റെഗുലർ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നമ്മൾ കൊണ്ടുവന്നില്ല എങ്കിൽ ആ സിസ്റ്റം ഫെയിൽ ആവും. എന്താണ് ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ചില കാര്യം നമുക്കറിയാം,
ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോസസ് അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വേണം? കമ്പനിയിലെ സിസ്റ്റംസും ഡെവലപ്പ് ആവണം, സിസ്റ്റത്തിലും ചേഞ്ചസ് കൊണ്ടുവരണം. കാരണം നമ്മളിപ്പോൾ ഒരു 1 CR ടേൺ ഓവർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു 20 അല്ലെങ്കിൽ ഒരു 15 സ്റ്റാഫ് ഉണ്ട്. അവിടെ വേണ്ട സിസ്റ്റം അല്ല ഈ സെയിം പ്രൊഡക്റ്റ് ഒരു 10 കോടിയിലേക്കോ 15 കോടിയിലേക്കോ പോകുന്ന സമയത്ത് വേണ്ട. അവിടെ കംപ്ലീറ്റ്ലി പല കാര്യങ്ങളും നമ്മൾ മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഓഡിറ്റിംഗ് വേണം, അതിന്റെ ഗ്യാപ്പുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, കണ്ടിന്യൂസ് ആയിട്ട് അത് ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് സിസ്റ്റം ഓഡിറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇൻ ഷോർട്ട്, ഈ 6 കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ബിസിനസ് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി എന്താണ് ഈ ലാസ്റ്റ് ഒരു സ്ലൈഡാണ്, എന്താണ് നമ്മുടെ ബിസിനസ് സിസ്റ്റം ആൻഡ് പ്രോസസ്സ് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? ആസ് എൻ ഓൺട്രപ്രണർ, ആസ് എൻ ഓണർ, നമുക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുക? അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻസി. ഞാൻ ആദ്യം ചോദ്യം ചോദിച്ചത് തന്നെയാണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ നമ്മൾ എത്രത്തോളം ഡിപ്പെൻഡഡ് ആണ്. നമ്മുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ സാധിക്കുന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ നമുക്ക് ബെനിഫിറ്റ്. കാരണം നമ്മളില്ലെങ്കിലും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ റവന്യൂ വരുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം, കമ്പനിയുടെ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ ആ ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ 2 കസ്റ്റമറെ ഹാൻഡിൽ ചെയ്തു, നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ്, മൂന്നാമത്തെ ഒരാൾ വേറെ ആൾക്ക് കൊടുക്കുന്ന സമയത്ത് അവർ സാറ്റിസ്ഫൈഡ് അല്ല. ദാറ്റ് ഇസ് നോട്ട് എ കൺസിസ്റ്റന്റ് ഔട്ട്പുട്ട്. സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് 2 പേരായിക്കോട്ടെ, 10 പേരായിക്കോട്ടെ, 20 പേരായിക്കോട്ടെ, ആ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, അവരുടെ ക്വാളിറ്റി ആയിക്കോട്ടെ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളായിക്കോട്ടെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സപ്പോർട്ട്സ് ഫാസ്റ്റർ ഗ്രോത്ത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഗ്രോ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം ഒന്നും വേണ്ട, പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചസോ അല്ലെങ്കിൽ പുതിയ ഓഡിയൻസിലേക്ക് നമുക്ക് പോകാനായിട്ട് സിസ്റ്റംസ് ഉണ്ട് എങ്കിൽ, നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ആണ്, അത് വളരെ സ്ട്രോങ് ആണ് എങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇംപ്രൂവ്സ് ടീംസ് അക്കൗണ്ടബിലിറ്റി. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, പല ഓർഗനൈസേഷൻ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരാളും അക്കൗണ്ടബിൾ അല്ല, ഓണർഷിപ്പ് അവരുടെ കാര്യങ്ങൾ അവർ എടുക്കുന്നുണ്ടാവില്ല. സിസ്റ്റം ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ ടീം ഓണർഷിപ്പ് എടുക്കില്ല, അക്കൗണ്ടബിലിറ്റി എടുക്കില്ല. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായുള്ള പ്രോസസ്സ് അവർക്ക് അറിയില്ല, അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കമ്പനിയുടെ ഗോൾ അറിയില്ല, അവരുടെ ഗോൾ അറിയില്ല. ഇതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? എങ്ങനെ ഓണർഷിപ്പ് കൊണ്ടുവരാൻ സാധിക്കും? അപ്പൊ ഈ സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ അക്കൗണ്ടബിലിറ്റി നമുക്ക് ടീമിൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സേവ്സ് ടൈം ആൻഡ് ഇൻക്രീസ് എഫിഷ്യൻസി എന്നുള്ളതാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി, നമ്മുടെ ക്വാളിറ്റി, നമുക്ക് കുറേ കാര്യങ്ങൾ സേവ് ചെയ്യാൻ സാധിക്കും. സിസ്റ്റത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. എവിടെയൊക്കെയാണ് നമ്മുടെ എഫിഷ്യൻസി കുറവ്? ഇപ്പൊ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ ഈ ഡാറ്റ അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് വളരെ സപ്പോർട്ടീവ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബൂസ്റ്റ് ബിസിനസ് വാല്യുവേഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ബിസിനസ് കുറച്ച് ചെയ്യുന്ന സമയത്ത് സെല് ചെയ്യാൻ നോക്കുകയാണ്. വേറൊരു ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പല കമ്പനീസിനും നമുക്ക് അറിയാം, അവർ സെല് ചെയ്തു കാണിക്കാം, വേറെ ആൾക്കാർ വേറെ കമ്പനീസ് മേടിച്ചു എന്നുള്ളത് കാണിക്കാം, ഇത്ര രൂപയാണ് വാല്യുവേഷൻ. ഈ ബിസിനസ്സിന് സിസ്റ്റമൈസേഷൻ ഉണ്ട് എങ്കിൽ, ബിസിനസ് സിസ്റ്റമാറ്റിക് ആണ് എങ്കിൽ, ബിസിനസിന്റെ വാല്യുവേഷൻ ഇൻക്രീസ് ആവും. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ബിസിനസിന്റെ വാല്യുവേഷൻ, നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ആണ്, ഭയങ്കര ഓസം പ്രൊഡക്റ്റ് ആണ്, നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നതെങ്കിൽ ആ വാല്യുവേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബിസിനസ്സിന് ബിസിനസ് വാല്യുവേഷൻ വിൽ ബി ഹൈ എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും മിനിമം ആയിട്ട് ഈ 6 ബെനിഫിറ്റ്സ് ആണ് ബിസിനസ്സിൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.
നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ കമ്പനി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ കമ്പനീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് കോർപ്പറേറ്റ് കമ്പനീസ് ഒക്കെ ചെയ്യുന്ന കാര്യമല്ല. അയ്യോ, ഞാൻ എങ്ങനെ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഫോർമൽ റിവ്യൂ ഒക്കെ എങ്ങനെ കണ്ടക്ട് ചെയ്യും, ഒരു മന്ത്ലി മീറ്റിംഗ് ഒക്കെ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഒരു SOP ഒക്കെ കൊണ്ടുവന്നിട്ട് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ ഒരു കോട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. വേറെ ആരുമല്ല, തോമസ് ജെ വാട്സൺ, നമ്മുടെ IBMന്റെ ഫൗണ്ടറാണ്. ടു ബിക്കം എ ഗ്രേറ്റ് കമ്പനി ഇറ്റ് വുഡ് ഹാവ് ടു ആക്ട് ലൈക്ക് എ ഗ്രേറ്റ് കമ്പനി ലോങ് ബിഫോർ ഇറ്റ് എവർ ബിക്കം വൺ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു വലിയ കമ്പനി ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അതാണ് ആദ്യം പറഞ്ഞതുപോലെ, എന്താണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു അല്ലെ, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആ വലിയ കമ്പനീസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആ വലുതായി കഴിഞ്ഞിട്ട് ഞാൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം, വലുതായി കഴിഞ്ഞിട്ട് SOP ചെയ്യാം, വലുതായി കഴിഞ്ഞിട്ട് ഞാൻ ഓർഗനൈസേഷൻ ഗോൾ സെറ്റ് ചെയ്യാം, വലുതായി കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം, വലുതായി കഴിഞ്ഞിട്ട് ഓഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ഇംപ്ലിമെന്റ് ആവില്ല. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ആ വലിയ കമ്പനീസിന്റെ നല്ല ക്വാളിറ്റീസ് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, നിങ്ങളിപ്പോൾ പല രീതിയിൽ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം, ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കാം. എല്ലാവർക്കും ബിസിനസ് സിസ്റ്റമാറ്റിക് ആയി തന്നെ റൺ ചെയ്യാനായിട്ട്, ബിൽഡ് ചെയ്യാനായിട്ടുള്ള പവർ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആൻഡ് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട JCI ത്രിപ്രയർ ഫാമിലിക്ക് എൻ്റെ ഒരു വലിയൊരു താങ്ക്സ് ഞാൻ പറയുന്നു, എൻ്റെ അപ്രീസിയേഷൻ പറയുന്നു. കാരണം അവർ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൽ സ്പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. 21 സെഷനായി. ഇനിയും വരുന്ന ദിവസങ്ങളെല്ലാം, വരുന്ന എല്ലാ ആഴ്ചയിലും നല്ല രീതിയിൽ പോകാനായിട്ടുള്ള ഒരു ശക്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ആസ്ക് ചെയ്യാം ആർക്കെങ്കിലും. I have a question. യെസ് സുബിയമ്മ. യെസ് മാഡം. ഹലോ സർ, വണ്ടർഫുൾ സെഷൻ. ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഞാനൊരു ബിസിനസ്സിൽ ബിഗിനർ ആണ് ആക്ച്വലി. ഞാൻ ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിങ്ങിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാനിപ്പോ ലേണിങ്ങിന്റെ ഒരു ഇതിലാണ്. സോ എന്റെ ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു സോളോപ്രന്യൂർഷിപ്പ് ഒക്കെ റൈസ് ചെയ്യുന്ന ഒരു കാലമാണല്ലോ ഇപ്പോ. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ AI അങ്ങനെയുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് സിസ്റ്റംസ് ഒക്കെ, ഹൗ ക്യാൻ വി ഡു ദാറ്റ്? ഫോർ എക്സാമ്പിൾ, ട്രെയിനിങ് ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എന്താണ് കൊടുക്കാനുള്ള സജഷൻസ്? ഇതിൽ ഇപ്പൊ നമ്മളിപ്പോ ട്രെയിനിങ്ങിന്റെ ആണെങ്കിലും കൺസൾട്ടിങ്ങിലേക്ക് ആണെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ ടെക്നോളജി നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളിത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, ഒരു ബിസിനസ്സിലേക്ക്, ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പൊ ട്രെയിനിങ് ആയിക്കോട്ടെ, ഈ ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേണിലാണ് ഇത് നമുക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ഞാൻ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞു, അതിന്റെ സ്കെയിലബിലിറ്റി പറഞ്ഞു, അതിന്റെ പ്രൊഫിറ്റബിലിറ്റി പറഞ്ഞു. ഇത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കണം. ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞ ട്രഡീഷണൽ വേയിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ് ചെയ്യാം. എന്താണ്, നമ്മൾ പൈസ മേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു സെഷൻ എടുത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്നു. അതൊരു ട്രഡീഷണൽ രീതിയാണ്. ഇത് ടെക്നോളജിയിലേക്കും, അല്ലെങ്കിൽ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്കും ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടും സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടും എങ്ങനെ ആ വാല്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ മാത്രമാണ് അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ബിസിനസ് മോഡലിലേക്കും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ അത് ഒറ്റ എന്താ പറയുക, ഇതിൽ ഒരു ആൻസർ അതിനകത്ത് ഇല്ല. അത് ഈ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ആസ്പെക്റ്റിലേക്ക് പോയാൽ മാത്രമാണ് അത് നമുക്കത് ആ റിയൽ ആയിട്ടുള്ള പാത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഡീറ്റെയിൽ കൺസൾട്ടിങ്ങിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു. യെസ്, താങ്ക് യു മാം. ആദ്യമേ തന്നെ നല്ലൊരു സെഷൻ ആയിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ഇതൊന്നല്ല, അദ്ദേഹത്തിന്റെ ഔട്ട്പുട്ട് നമുക്കറിയാം. നമുക്ക് ഈ സെഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും വാല്യുബിൾ ആക്കി എടുത്തു. ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇപ്പൊ ഒരു ന്യൂ കമേഴ്സ്, ഇപ്പൊ ഒരു
പുതിയ ആരെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു ഐഡിയാസ് ഉണ്ടാവില്ല എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു ന്യൂ കമേഴ്സ് വരുമ്പോൾ അവർ ആദ്യം പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യെസ് അവർക്ക് ആകെ അറിയേണ്ടത് ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെന്നായിരിക്കും, ഒരു തേർഡ് പേഴ്സൺ കാണും. പക്ഷെ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് വരണമെങ്കിൽ എന്തൊക്കെ ആദ്യം പഠിക്കണം എന്നുള്ളൊരു ഒരു ടിപ്സ് എന്തായിരിക്കും? ബിസിനസ്, അതായത് ഏത് ഇൻഡസ്ട്രിയിലേക്കോ അല്ലെങ്കിൽ ഏത് ബിസിനസ്സിലേക്കോ വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ഉദ്ദേശിച്ചത്, അതായത് അതെ അതെ ബിസിനസ്സിലേക്ക് കടക്കും എന്നുള്ളതാണോ? അതെ അതെ യെസ്, അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇപ്പൊ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും എന്തോ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ബിസിനസ്സിലൂടെ കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് റിയൽ ആയിട്ട് കസ്റ്റമറുടെ പ്രശ്നം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്, ഇപ്പൊ ബേസിക്കലി ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ബിസിനസ്സിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്കറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഏരിയാസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു ഫിറ്റ്നസ് എന്താ പറയുക കാര്യത്തിൽ നമ്മൾ പാഷനുള്ള ആളാണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ പറയുന്ന ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, അതിനനുസരിച്ച് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ബിസിനസ്സിന് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് അത് ആ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ബിസിനസ്സിലേക്ക് നമുക്ക് എങ്ങനെ വരാമെന്നുള്ളതാണ് നമുക്ക് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഓക്കെ താങ്ക് യു. മോർണിംഗ്. യെസ് സാർ, മോർണിംഗ്. ആദ്യം തന്നെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. നമ്മുടെ സ്കിൽ സ്പ്രിന്റിന്റെ ചീഫ് ഗസ്റ്റും കൂടി ആയിരുന്നു, അപ്പോൾ വളരെയധികം സന്തോഷം. എനിക്ക് സാർ ചോദിക്കാനുള്ളത്, സാർ പറഞ്ഞല്ലോ ഒരു 6 to 12 months നമ്മളൊരു സമയം വേണം ഒരു സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യാൻ. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഓഡിറ്റിന് ഇമ്പോർട്ടൻസും കൂടി പറഞ്ഞു. ശരിക്കും ഇതിന്റെ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇൻ പ്ലേസ് ആയിട്ട്, അതായത് 6 മാസം 12 മാസം കഴിഞ്ഞിട്ടാണോ ഇതിന് ഓഡിറ്റ് ചെയ്യുന്നത് ബെറ്റർ, അതോ ഒരു ഫ്രീക്വന്റ് ഇന്റർവെൽ നമ്മളിത് നോക്കി പോണതാണോ സാർ സജസ്റ്റ് ചെയ്യാൻ? അത് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്യൂറേഷൻ വേണം ശരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ഡെയിലി ഓഡിറ്റിങ്ങിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം, ചിലത് വീക്ക്ലി ഓഡിറ്റിംഗ് കൊണ്ടുവരണം, ചിലത് മന്ത്ലി ഓഡിറ്റിംഗ് കൊണ്ടുവരണം. നമ്മൾ ഈ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഡ്യൂറേഷൻ കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഡെയിലി ഓഡിറ്റിങ്ങിലേക്ക് നമുക്ക് നമ്മുടെ ഒരു ഇൻസ്പെക്ഷനിലേക്ക് വരണം. അത് ബേസ്ഡ് ഓൺ നമ്മുടെ ആ പ്രോസസ്സിൻ്റെ ഒരു ഡെപ്ത്, അല്ലെങ്കിൽ അത് നമ്മുടെ എത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷനിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പീരീഡ് എന്നുള്ളതാണ് ഇതിനകത്ത് ഒറ്റ വാക്കിൽ ഒരു മറുപടി ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു സർ. Thank you, Sideshita. Now, I welcome any feedbacks regarding the session. Anjali? ഹലോ സർ, സെക്കൻഡ് ടൈമാണ് ഞാൻ സാറിന്റെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം വളരെ നല്ലതായിരുന്നു. നമ്മളെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടും സിമ്പിൾ ആയിട്ടും പറഞ്ഞു തന്നു. എല്ലാവർക്കും ഇത് ഭയങ്കര ഉപകാരപ്പെട്ടു. ലാസ്റ്റ് കൺക്ലൂഷനിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നി. അവര് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു അഞ്ജലി, താങ്ക് യു വെരി മച്ച്. വിനു വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ സെഷന്റെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ ഭാഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ ഇൻഫോർമേറ്റീവായി, അത് സിമ്പിളായി എന്തുകൊണ്ട് അദ്ദേഹം കരിയറിൽ സക്സസ്ഫുൾ ആയി നിൽക്കുന്നു എന്നതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ കണ്ടത്. വളരെ സിമ്പിളായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്നത് ഒരു ഹൈലൈറ്റ് ആയി കാണുന്നു. ഒപ്പം തന്നെ അവസാനം അഞ്ജലി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ വേറൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെയധികം ഒരു സ്പാർക്ക് തോന്നിയ സംഗതിയാണ്. കാരണം നമ്മളൊരു വലിയ ബിസിനസ് ആയതിനു ശേഷം സിസ്റ്റം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഇപ്പോൾ ചെറിയ ബിസിനസ് ആണെങ്കിൽ അതിന് ചേരുന്ന രീതിയിൽ സിസ്റ്റം ചെയ്ത് തുടങ്ങുക എന്നുള്ളത് അത് വളരെ ഒരു വാലിഡ് പോയിന്റ് ആയിട്ട് തോന്നി. കൺഗ്രാറ്റുലേഷൻസ്, ഒരു നല്ല രീതിയിൽ തന്നെ സെഷൻ മുമ്പോട്ട് പോയി. താങ്ക് യു. താങ്ക് യു അരുൺ, താങ്ക് യു വെരി മച്ച്. Thank you, sir. നമസ്കാരം. സവിത്, കുറെ നാളായിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെയധികം നല്ല സെഷൻ ആയിരുന്നു. നമുക്ക് കുറെ കേട്ടിട്ടുണ്ടായിരുന്നു, കൂടിയിട്ട് കുറെ കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു, പുതുമയുള്ളതും ഉണ്ടായിരുന്നു. അപ്പൊ വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഹാപ്പി ഡേ. താങ്ക് യു സവിത്. താങ്ക് യു എവരിവൺ. ഞാനൊരു ഫീഡ്ബാക്ക് ഫോമും നമ്മളുടെ സ്കിൽ സ്പ്രിന്റിന്റെ വാട്സപ്പ് ഗ്രൂപ്പും ചാറ്റിൽ
ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡു ജോയിൻ. As we come close to this insightful session on mastering business systems, on one thing is clear. Success in business isn't just about hard work, it's about smart work with systems that support consistency, clarity, and scalability. Strong business systems aren't just tools, they are just the backbone of productivity and profitability. Now, to formally express our gratitude, I invite JJ Karishma TS to propose the vote of thanks. On behalf of JC Tirpal, I extend our heartfelt thanks to JC Vinu Narayanan for his valuable session on mastering business systems, the key to productivity and profitability. Your insights on building effective systems and driving business success were truly inspiring and practical. Thank you for sharing your time and expertise with us. A big thank you to our Skill Sprint team for organizing today's session and to all participants for your active presence. Let's carry this learning forward in our journey towards growth and excellence. Thank you. Thank you, JJ Karishma TS. Thank you all for being part of this meaningful session. So the learning never stops. See you all next week for the next sprint. Thank you, sir. Thank you, everyone. Thank you, Krishna. Thank you, team.